മാന്യ സദസ്സിന് വന്ദനം. വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിൻ ഗ്വിറിന്റെയും 9ാമത്തെ മകളായി ജനിച്ച തെരേസ ചെറുപുഷ്പമെന്നും കൊച്ചു ത്രേസ്യ എന്നും അറിയപ്പെട്ടിരുന്നു. 1873 ജാനുവരി 2 ഫ്രാൻസിലെ അലൻകോണിൽ ജനിച്ച തെരേസ 1888 ഏപ്രിൽ 9 സഭാവസ്ത്രം സ്വീകരിച്ചു. 1889 സെപ്റ്റംബർ 8 പ്രഥമ വ്രതവാഗ്ദാനവും നടത്തി. ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസ എന്നറിയപ്പെട്ടിരുന്ന കൊച്ചു ത്രേസ്യയിൽ ശിശു സഹജമായ നിഷ്കളങ്കത, വിനയം, നിരന്തരമായുള്ള ആത്മസംയമനം, പരിഹാര പ്രവർത്തികൾ, ഈശോയിലുള്ള കളങ്കമില്ലാത്ത വിശ്വാസം, അതിരുകളില്ലാത്ത സ്നേഹം ഇവയെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അഥവാ ദൈവത്തിൽ എത്തിച്ചേരുവാൻ എന്ന ഏക ലക്ഷ്യത്തോടെ ചില കുറുക്കുവഴികൾ കണ്ടെത്തിയവളായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. അനുദിനം ചെയ്യുന്ന ഓരോ നിസ്സാരമായ പ്രവൃത്തികൾ പോലും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുക എന്നതായിരുന്നു അവൾ കണ്ടെത്തിയ കുറുക്കുവഴി. സത്യത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിലെത്തണം. അതിനായി നല്ല കള്ളനെ പോലെ അവസാനം എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് സ്വർഗം അടിച്ചു മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് പലരും ജീവിക്കുന്നത് പോലും. തൻ്റെ ദൈവവിളി സ്നേഹമാണെന്ന്, പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ടും എന്നെ ഇഷ്ടപ്പെടാൻ എന്തു നന്മയാണ് കർത്താവേ നീ കണ്ടിട്ടുള്ളത് എന്ന് പലപ്പോഴും കൊച്ചു ത്രേസ്യ ഈശോയോട് ചോദിക്കുന്നുണ്ട്. പ്രഭാഷകൻ 2:5 പറയുന്നു, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. ആത്മാവിന് ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോയപ്പോഴും ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന മാനസിക ക്ഷതങ്ങൾ ഉണ്ടായപ്പോഴും അവൾ നോക്കിയത് കുരിശിലെ ഈശോയിലേക്ക് മാത്രമായിരുന്നു. കാരണം കുരിശിലെ ഈശോയ്ക്കും ഉണ്ടായിരുന്നു ഒത്തിരിയേറെ ക്ഷതങ്ങൾ. തൻ്റെ സഹനങ്ങളെല്ലാം ആത്മാക്കളെ നേടാൻ അവൾ കുരിശോട് ചേർത്ത് വെച്ച് സമർപ്പിച്ചു. വേദനകളിലൂടെ ഈശോയെ അവൾ ആഴത്തിൽ സ്നേഹിച്ചു. ഈശോയുടെ കയ്യിലെ ഒരു കളിപ്പന്തായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ട കുഞ്ഞായിരിക്കും എന്നെല്ലാമായിരുന്നു അവളുടെ ചിന്തകൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക, ദൈവത്തിന് വേണ്ടി കുഞ്ഞാത്മാക്കളെ നേടുക. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ യുഗത്തിലെ വിശുദ്ധരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. ദൈവസ്നേഹത്തെ പ്രതി ചില കുറുക്കുവഴികൾ കണ്ടെത്തി സ്വർഗം കട്ടെടുക്കുന്നവരായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം.